ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കർത്താവ് ഇന്ന് കുടുംബങ്ങളിൽ അനുഗ്രഹം ചൊരിയാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നത്തെ ദിവസം അത്ഭുതകരമായി നമ്മിലൊക്കെ ഇടപെടാൻ പോകുന്ന ദിവസമാണ്. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ. ദേ, നീ മൂലം നിന്റെ വീട് അനുഗ്രഹിക്കപ്പെടാനാണ്. നീ മൂലം നിന്റെ ദേശം അനുഗ്രഹിക്കപ്പെടാനാണ്. വലതുകരം നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചേ. നമുക്കൊരു വചനം ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ നമുക്കൊന്ന് പ്രഖ്യാപിക്കാം. ഉച്ചത്തിൽ പറയണം കേട്ടോ. ഈ വചനം അത് നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായത്തിലെ വചനമാണ്. നിയമാവർത്തന പുസ്തകം 28 കേട്ടോ. അപ്പൊ നമുക്ക് ഉച്ചത്തിൽ ഈ വചനം ഒന്ന് ഏറ്റു പറയാം. നിന്റെ ദൈവമായ കർത്താവിന്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെക്കാൾ ഉന്നതനാക്കും. അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും. നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. സകല പ്രവർത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും. നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുമ്പിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും, 7 വഴികളിലൂടെ പലായനം ചെയ്യും. നിന്റെ കളപ്പുരകളിലും നിന്റെ പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും, അനുഗ്രഹിക്കും, അനുഗ്രഹിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് നിന്നിൽ ഇന്ന് സംഭവിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് നിന്നിൽ സംഭവിക്കും. നിന്റെ വീട്ടിൽ ഇത് സംഭവിക്കും. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഈ അനുഗ്രഹങ്ങളെല്ലാം നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായത്തിലുള്ള ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്നിൽ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. ലിഫ്റ്റ് യുവർ ബോത്ത് ഹാൻഡ്സ്. നന്നായിട്ട് നിവർത്തി ഉയർത്തിപ്പിടിച്ചേ. ദൈവ തിരുമുമ്പിൽ നമ്മൾ യാചിക്കുകയാണ്. കർത്താവേ, ഈ വാഗ്ദാനങ്ങളെല്ലാം എന്നിൽ സംഭവിക്കണമേ. ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരും നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ കരങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ, നമ്മുടെ ബന്ധങ്ങളിൽ ഇന്നേ ദിവസം അത്ഭുതകരമായൊരു ദൈവിക ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കാം. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് നിവർത്തി ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നീ വിശ്വസിക്കണം, നിന്റെ വീട് ഇതാ യേശുവിൻ്റെ സംരക്ഷണ വലയത്തിൽ മുദ്രിതമാകാൻ പോവുകയാണ്. നിന്റെ വീട്ടിൽ കാലങ്ങളായി നിന്നെ പീഡിപ്പിക്കുന്ന തിന്മയുടെ നാരക ശക്തികളുടെ മീതെ യേശുവിൻ്റെ കുരിശിൻ്റെ മുദ്ര ഇതാ പതിക്കപ്പെടുന്ന സമയമാണ്. ഈ പോട്ടാശ്രമത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥന, എൻ്റെ ദൈവജനമേ, നിങ്ങളുടെ വീട് എവിടെയാണെങ്കിലും അവിടേക്ക് കടന്നു ചെല്ലട്ടെ. ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെ, നിങ്ങൾ ഈ ഭൂമിയിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ പക്കലേക്ക് ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് ഇതാ വലിയ ഒരു മുദ്ര പതിക്കാൻ പോവുകയാണ്. വാഗ്ദാനങ്ങളുടെ മുദ്ര. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോളൂ. കണ്ണടച്ച് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. ആബാ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. കരങ്ങൾ ഉയരട്ടെ, നാവ് തുറക്കട്ടെ, ഹൃദയം തുറക്കട്ടെ. എല്ലാവരും സ്വരമുയർത്തി ആഗ്രഹത്തോടെ എല്ലാവരും വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. പോരാ പോരാ പോരാ. സ്വരമുയരട്ടെ, നാവ് തുറക്കട്ടെ, ഹൃദയം തുറക്കട്ടെ. ആരാധന ആരാധന ആരാധന. പോരല്ലോ എല്ലാവരും വിളിച്ച് 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 എല്ലാവരും ആഗ്രഹിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. യേശുവേ എന്ന് വിളിക്കട്ടെ, യേശുവേ എന്ന് വിളിക്കട്ടെ. ആബാ പിതാവേ എന്ന് വിളിക്കട്ടെ, പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കട്ടെ. ആരാധന 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 ആരാധന. ഓ ദൈവമേ, അങ്ങയുടെ അനുഗ്രഹത്താൽ ഞങ്ങൾ ധന്യരാകും. എന്റെ ദൈവത്താൽ, എന്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം ഞാൻ പ്രാപിക്കും. ആരാധന ആരാധന ആരാധന. നമ്മളത് വിശ്വസിക്കുകയാണ്. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ എഴുതപ്പെട്ട കാര്യങ്ങൾ
ഈ സമയം നമ്മുടെ വീട്ടിൽ സംഭവിക്കട്ടെ, നമ്മുടെ കൃഷിയിടങ്ങളിൽ സംഭവിക്കട്ടെ, നമ്മുടെ അധ്വാനങ്ങളിൽ സംഭവിക്കട്ടെ, നമ്മുടെ വീടിന്റെ അന്തരീക്ഷത്തിൽ സംഭവിക്കട്ടെ, നമ്മുടെ ബന്ധങ്ങളിൽ സംഭവിക്കട്ടെ. എന്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. നിശ്ചയം അനുഗ്രഹം തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും. ഈ വാഗ്ദാനങ്ങളെല്ലാം എൻ്റെ വീട്ടിൽ സംഭവിക്കട്ടെ, എൻ്റെ ബന്ധങ്ങളിൽ സംഭവിക്കട്ടെ കർത്താവേ, എൻ്റെ കൃഷിയിടത്തിൽ സംഭവിക്കട്ടെ കർത്താവേ. എൻ്റെ വീടിരിക്കുന്ന സ്ഥലത്തേക്ക് ഈ സമയം തന്നെ വലിയൊരു അഭിഷേകം കടന്നു ചെല്ലട്ടെ. ആ വീടിരിക്കുന്ന സ്ഥലത്തിന് ചുറ്റും ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായൊരു സംരക്ഷണം ഒരുക്കട്ടെ, അത്ഭുതകരമായൊരു സംരക്ഷണം ഒരുക്കട്ടെ. നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള പൈശാചിക പീഡകളുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ സമയം ഈ വാഗ്ദാനങ്ങൾ പ്രാപിച്ച് നമ്മൾ ആ തിന്മയുടെ കെട്ടുകൾ അഴിക്കുകയാണ്. കാലങ്ങളായി നിങ്ങളുടെ കുടുംബത്തെ പിടികൂടിയിരിക്കുന്ന പാരമ്പര്യ പീഡകൾ, രോഗപീഡകൾ, സാമ്പത്തിക തടസ്സങ്ങൾ, പല വിധത്തിലുള്ള ഭാരങ്ങൾ, ഓ കർത്താവേ, ഈ ശുശ്രൂഷ സമയം ബന്ധിക്കണമേ. വീട്ടിൽ ഒരു പക്ഷെ അനുസരണമില്ലാത്ത മക്കളുണ്ടാവും, ജീവിത പങ്കാളി ഉണ്ടാവും, സഹോദരങ്ങൾ ഉണ്ടാവും, ആരുമായിക്കൊള്ളട്ടെ, കർത്താവ് ഇടപെടട്ടെ. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എന്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നും മുടങ്ങുകില്ല. എന്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ, എന്റെ വീട്ടിൽ വീട്ടിൽ ആഹാരം കുറയില്ല. പഠിക്കേ, എന്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നും മുടങ്ങുകില്ല. എന്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, കരങ്ങൾ ഉയർത്തി കൈയടിക്കാം. എന്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. ദൈവത്തിന്റെ ആത്മാവാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ നമ്മളെ എല്ലാവരെയും ഇപ്പോൾ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശുശ്രൂഷയിൽ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഈ ശുശ്രൂഷയിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം അത്ഭുതകരമായി നമ്മിൽ ഇടപെടും. വിശ്വസിക്കുന്നവര് നന്നായിട്ടൊന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ഈ കൂട്ടായ്മയ്ക്ക് നൽകിയ വചനം നിങ്ങൾക്ക് വളരെ പരിചയമുള്ള ഒരു വചനമാണ്. പക്ഷേ ഈ വചനം ധ്യാനിക്കാനാണ് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 6-ാം തിരുവചനം. സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 19 വേർഡ് 6. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 6-ാം തിരുവചനം. ഈ വചനം കേൾക്കുമ്പോൾ അറിയാം, ഇത് വളരെ പരിചിതമായൊരു വചനമാണ്. കേട്ട് തഴമ്പിച്ചൊരു വചനമാണ്. ഒരുപക്ഷെ നിസ്സാരമായിട്ട് കണക്കാക്കിയിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് ഇവിടെ ഇരിക്കുന്ന നമ്മളോടൊക്കെ പരിശുദ്ധാത്മാവ് പറയാണ്, ഈ വചനം ഒന്ന് ധ്യാനിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ആ വചനം ഒന്ന് കേൾക്കാം. മത്തായിയുടെ സുവിശേഷം 19:6. തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. ഇതാണ് വചനം. ആദ്യമായിട്ട് കേൾക്കുന്നതാണോ? അല്ലല്ല, എത്രയോ തവണ പല വേദികളിൽ കേട്ടിട്ടുള്ള വചനമാണ്. പക്ഷെ ഇന്ന് ഈ സമയത്ത്, അത് ഇവിടെ ഇരിക്കുന്നവർ മാത്രമല്ല, ഓൺലൈനിൽ പങ്കെടുക്കുന്നവരും ഇപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ കർത്താവിന് എന്തോ ഒരു കാര്യം നമ്മളോടൊക്കെ വ്യക്തിപരമായി പറയുവാൻ ഉണ്ട്.
ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ. ഹല്ലേലൂയ. വലതുകരം ഉയർത്തിയ വചനം ഒന്ന് ഏറ്റു പറഞ്ഞാലോ. തന്മൂലം പിന്നീടൊരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഹല്ലേലൂയാ. ആര് യോജിപ്പിച്ചത്? ആര് യോജിപ്പിച്ചത്? ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവം യോജിപ്പിച്ചത് അല്ലേ? അങ്ങനെയാ വചനം പഠിപ്പിക്കുന്നത്. നമ്മളായിട്ട് കണ്ടുപിടിച്ചതല്ല, മറിച്ച് ദൈവ പദ്ധതിയിൽ ആരംഭിച്ച കുടുംബജീവിതം. ശ്രദ്ധിച്ചു പഠിച്ചോണം. ദൈവ പദ്ധതിയിൽ ആരംഭിച്ച കുടുംബ ജീവിതത്തെക്കുറിച്ചാണ് വചനം പഠിപ്പിക്കുന്നത്. മനുഷ്യൻ ഒരിക്കലും അത് വേർപെടുത്താതിരിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ നാളിൽ ഒരു യൂത്ത് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെൺകുട്ടി എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, അച്ഛാ, വിവാഹമൊക്കെ ഒരു പഴഞ്ചൻ ഏർപ്പാടല്ലേ? അതിൻ്റെ ആവശ്യം ഈ കാലഘട്ടത്തിൽ ഉണ്ടോ? വിവാഹമൊക്കെ ഒരു പഴഞ്ചൻ ഏർപ്പാടല്ലേ? അതിൻ്റെയൊക്കെ ആവശ്യം ഈ കാലഘട്ടത്തിൽ ഉണ്ടോ? ഞാൻ ചോദിച്ചു, അതെന്താ അങ്ങനെ പറയാൻ കാരണം? അച്ഛാ, അത് പഴയ ഒരു സമ്പ്രദായ രീതിയുടെ ഭാഗമാണ് കുടുംബം, ഭാര്യ ഭർത്ത ബന്ധമൊക്കെ. അച്ഛാ, കാലം മാറി. ഇപ്പം ഞങ്ങൾക്ക് സ്വയം തിരഞ്ഞെടുക്കാനുള്ള കഴിവും അധികാരമൊക്കെയുണ്ട്. ഞങ്ങൾക്ക് തോന്നുമ്പോൾ ഞങ്ങൾ തിരഞ്ഞെടുത്തു കൊള്ളാം. അല്ലാതെ ഈ വിവാഹം എന്ന് പറയുന്ന ഈ വലിയ നിങ്ങളിപ്പോൾ നടത്തുന്ന പോലത്തെ വലിയൊരു ചടങ്ങിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടോ എന്നാണ് ഒരു പെൺകുട്ടി ചോദിച്ചത്. ഈ ചോദ്യം ഇവിടെ ഇരിക്കുന്ന ഒട്ടനവധി കുടുംബങ്ങളിൽ പലതവണ പലര് വഴി ചോദിക്കപ്പെട്ടൊരു കുടുംബമാവും. എന്തിനാണ് വിവാഹ ജീവിതം? വിവാഹം കഴിക്കേണ്ട ആവശ്യം വല്ലോ ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യം. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മറ്റൊരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, അച്ഛാ, എൻ്റെ സ്വഭാവത്തിന് ചേരാത്ത ഒരു വ്യക്തിയെ ഞാൻ എന്തിന് എൻ്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കണം? കല്യാണം കഴിഞ്ഞിട്ട് അധിക ദിവസങ്ങളായിട്ടില്ല. അപ്പോഴാണ് ഇവർ തമ്മിലുള്ള മാനസിക പൊരുത്തം അത്ര ശരിയല്ല എന്ന് മനസ്സിലായത്. അപ്പോഴാണ് ഈ ചെറുപ്പക്കാരൻ്റെ ചോദ്യമാണ്, അച്ഛാ, എൻ്റെ സ്വഭാവത്തിന് ഇഷ്ടമില്ലാത്ത മറ്റൊരു സ്വഭാവത്തിൽപ്പെട്ട ഈ വ്യക്തിയെ ഞാൻ കൊണ്ടു നടക്കേണ്ട ആവശ്യമുണ്ടോ? ഇതിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടോ? ഇതങ്ങ് ഉപേക്ഷിച്ച് കളഞ്ഞാൽ പോരെ? എന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളെ ഞാൻ കല്യാണം കഴിച്ചാൽ പോരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ താല്പര്യമില്ലാത്ത ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ അത്രമേൽ വളരെ നിസാരത്തോടുകൂടെ ഉപേക്ഷിക്കാനുള്ള ഒരു മനസ്സാണ് അതിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഈ അടുത്ത നാളിൽ കേരളത്തിലെ വളരെ ഉയർന്ന ഒരു വ്യക്തിയുടെ ഒരു ഇന്റർവ്യൂ കണ്ടു. അതിലിങ്ങനെ അയാൾ പറയുകയാണ്, കുടുംബമൊന്നും ആവശ്യമില്ല, കേരളത്തിൽ കുടുംബമൊന്നും ആവശ്യമില്ല, കുടുംബങ്ങളാണ് നമ്മുടെ നാടിന് നാശമൊന്നും. ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ന്യൂജൻ ഈ വളർന്നു വരുന്ന തലമുറയും തയ്യാറാണ്. കാരണം അവർ നോക്കുമ്പോൾ കുടുംബം വലിയ ഒരു പ്രാരാബ്ധമായിട്ട് മാറിയിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മളെല്ലാവരും ഏതെങ്കിലും ഒരു കുടുംബത്തിലെ ഒരു അംഗമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഏതെങ്കിലും ഒരു കുടുംബത്തിലെ അംഗമാണ്. ഒരു പക്ഷേ പലതരത്തിലുള്ള ചേരാത്ത രീതികളും വ്യത്യസ്തമായ സ്വഭാവ രീതികളും നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടെങ്കിലും നമ്മുടെ കുടുംബം ദൈവത്തിൻ്റെ അനന്തമായ പദ്ധതിയാൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനു മുമ്പ് നിങ്ങളോട് ആരെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണെങ്കിലും ഇന്നത്തെ ഈ ശുശ്രൂഷ സമയത്ത് ചോദിക്കാൻ തോന്നുന്ന ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ. കല്യാണം കഴിച്ച എല്ലാവരും ഒന്ന് കണ്ണടച്ച് നിവർന്നിരുന്നേ. കണ്ണടച്ചോ? ഇനി ഞാൻ പറഞ്ഞിട്ട് കണ്ണ് തുറക്കാവുള്ളേ. ഓൺലൈനിൽ പങ്കെടുക്കുന്നവർ നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ ഇതുപോലെ തന്നെ ചെയ്തോ, കണ്ണടച്ച് നിവർന്നിരിക്കുക. യെസ്. അപ്പൊ ചോദ്യം ഇതാണ്, ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ ഇതേ ജീവിത പങ്കാളി തന്നെ
മതി എന്ന് വിശ്വാസവും ബോധ്യമുള്ളവര് വലതുകരം ഉയർത്തുക. കണ്ണ് തുറക്കണ്ട. ഇനി ഒരു ജീവിതമുണ്ടെങ്കിൽ ഇതേ ജീവിത പങ്കാളി തന്നെ മതിയെന്ന് വിശ്വാസവും ബോധ്യമുള്ളവര് വലതുകരം ഉയർത്തുക. കണ്ണ് തുറക്കണ്ട. വെരി ഗുഡ്. കൈ താത്തിക്കേ. നല്ലൊരു കയ്യടി കർത്താവ് ഈശോയ്ക്ക് കൊടുത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓൺലൈനിലുള്ളവരുടെ അവസ്ഥ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇവിടെ നിന്ന് കണ്ടപ്പോൾ വളരെ രസകരമായ അനേക കാഴ്ചകൾ കാണാൻ പറ്റി. കണ്ണു തുറന്നേ, ഇങ്ങോട്ട് നോക്കിക്കേ. നല്ല രസകരമായ കാഴ്ചകൾ കാണാൻ പറ്റി. ഞാൻ നോക്കുമ്പോൾ ഒരു ചേച്ചി ആ പ്രദേശത്തിരുന്നുകൊണ്ട് കൈ ആവേശത്തിൽ ഇങ്ങനെ പൊക്കി കഴിഞ്ഞപ്പോഴാണ് ആ ചേച്ചിക്ക് ചോദ്യത്തിന്റെ ഗൗരവം മനസ്സിലായത്. ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ ഇതേ കുരിശിന്റെ വഴി ഞാൻ ചുമക്കണോ? ഞാൻ നോക്കുമ്പോൾ ആ ചേച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് തല ചൊറിഞ്ഞിട്ട് കൈ താത്തിയിട്ട് കളഞ്ഞു. വേറൊരു ചേട്ടൻ ഇങ്ങനെ ഏറ് കണ്ടിട്ട് ഭാര്യനെ നോക്കുന്നുണ്ടായിരുന്നു. ഇവൾ പൊക്കുന്നുണ്ടോ, കൈ പൊക്കുന്നുണ്ടോ എന്നുള്ളതായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചോദ്യം വളരെ നിസ്സാരമായിട്ട് നമുക്ക് തോന്നും. ഇടയ്ക്കിടയ്ക്കുണ്ടല്ലോ ചേട്ടാ, ഇടയ്ക്കിടയ്ക്ക് സ്വയം ഒന്ന് ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ കൈ പൊക്കണമെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷമില്ലെങ്കിൽ, തൃപ്തിയില്ലെങ്കിൽ നമുക്ക് ഇത് അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ജീവിത പങ്കാളിയെ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത് വലിയൊരു ഭാരമായിരിക്കും. അത് നമ്മൾ തലചൊറിയുക മാത്രമല്ല, കൈ പൊക്കത്ത് പോലും ഇല്ല. എന്തിനാവശ്യമില്ലാതെ ഈ കുരിശിൻ്റെ വഴി ഞാൻ വീണ്ടും ചുമക്കുന്നതല്ലേ? ഇത്രയും നാളും ഈ ഒരു ആയുസ്സിൽ ഞാൻ ചുമന്ന് മടുത്തു. ഇനി എനിക്കിത് താല്പര്യമില്ല, എനിക്കിത് വീണ്ടും ഭാരമാണ്, അസ്വസ്ഥമാണ്. ഇങ്ങോട്ട് നോക്കിക്കേ. നിങ്ങൾ കല്യാണം കഴിച്ചത് എവിടെ വെച്ചാണ്? പറ. നിങ്ങൾ കല്യാണം കഴിച്ചത് കടൽ തീരത്ത് വെച്ചാണോ? അല്ല. നിങ്ങൾ കല്യാണം കഴിച്ചത് ഏതെങ്കിലും ഓഡിറ്റോറിയത്തിൽ വെച്ചാണോ? അല്ല. പിന്നെ എവിടെ വെച്ചാ നിങ്ങളുടെ വിവാഹം നടന്നത്? ഒച്ചത്തിൽ പറയൂ. ദേവാലയത്തിൽ. ഏത് ദേവാലയം ഓർമ്മയുണ്ടോ? കല്യാണം കഴിച്ച ആ ദേവാലയം ഓർമ്മയുണ്ടോ? കല്യാണം കഴിച്ച ദിവസം ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ചില ചേച്ചിമാർ എന്നോട് പറയണം, അച്ഛാ അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ അച്ഛാ, ഓർക്കാൻ ആഗ്രഹിക്കാത്ത ദിവസമാണ് അച്ഛാ, അല്ലേ? ഓർമ്മയുണ്ടോ? ഉണ്ടോ? നിങ്ങളുടെ വിവാഹം നടത്തിയത് ആരാണ്? വിശുദ്ധ ഗ്രന്ഥത്തിൽ ആദ്യത്തെ കല്യാണം നടത്തിയത് ആരാണ്? ആദത്തിന്റെ ഹവ്വായുടെയും വിവാഹം നടത്തിയത് ആരാണ്? ദൈവം, സർവശക്തനായ ദൈവം. അപ്പോൾ ചോദ്യം നിങ്ങളോട്, സർവശക്തനായ ദൈവമാണ് നിങ്ങളെ കല്യാണം ആശീർവദിച്ചത്. പക്ഷേ ഒരു പുരോഹിതന്റെ സ്ഥാനമുണ്ടായിരുന്നു, ഒരു പുരോഹിതന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു, ഇല്ലേ? ഏതോ ഒരു വൈദികനല്ലേ താലിയെടുത്ത് തന്നത്? അതേതാ ആ വൈദികൻ? ഓർമ്മയുണ്ടോ? ഉണ്ടോ? ആ വൈദികൻ ഓർമ്മയുള്ളവരൊന്ന് കൈപൊക്കിക്കേ. നുണ പറയണ്ട. ഓർമ്മയുണ്ടെങ്കിൽ കുറേ അധികം പേർക്ക് ഓർമ്മയുണ്ട്. കുറേ അധികം പേര് അതിപ്പോൾ ആരായിരുന്നാവോ, അല്ലേ? അന്ന് കുറേ ആരണ്ടൊക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ ആ തിക്കും തിരക്കിൽ അതൊന്നും ഓർക്കുന്നില്ലാത്തവരുണ്ടാവും. കൈ താത്തിക്കോ. നിങ്ങളുടെ വിവാഹം ആശീർവദിച്ച ആ വൈദികനെ നിങ്ങൾ കാണാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് പോയി നേരിട്ട് കാണണം. ഒരുപക്ഷെ പ്രായമൊക്കെ ആയിട്ടുണ്ടാവും. കാരണം നിങ്ങളുടെയൊക്കെ പ്രായം ഇതാണെങ്കിൽ പിന്നെ അച്ഛൻ്റെ പ്രായം എന്തായിരിക്കും? ചിലപ്പോൾ മരിച്ചു പോയിട്ടുണ്ടാവും. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ വൈദികരെയൊക്കെ ഒന്ന് പോയി കാണണം. വൃദ്ധമന്ദിരത്തിലൊക്കെ ആയിരിക്കും ഒരുപക്ഷെ. അങ്ങനെയാണെങ്കിൽ അവരെയൊക്കെ പോയി കണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു കൊടുത്ത് നിങ്ങളുമായി ഒരു ആത്മബന്ധമുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ചെയ്യുമോ? ചെയ്യണം. കാരണം നിങ്ങളെ വിവാഹം ആശീർവദിച്ച ഒരു വൈദികൻ, യേശുവിൻ്റെ സ്ഥാനത്ത് നിങ്ങളെ വിവാഹം ആശീർവദിച്ച ഒരു വൈദികനുണ്ട്. ആ വൈദികനോട് നിങ്ങൾക്കൊരു സ്നേഹം ഉണ്ടായിരിക്കണം. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങളുടെ വിവാഹത്തിന്റെ അന്ന് പ്രസംഗം പറഞ്ഞിട്ടുണ്ടാവും. എന്തായിരുന്നു പറഞ്ഞ പ്രസംഗം എന്ന് ഓർക്കുന്നുണ്ടോ? ടെൻഷൻ കാരണം ഇതൊന്നും ഓർക്കാൻ പറ്റിയില്ല അച്ഛാ. ഒരു പ്രകാരത്തിലാണ് പള്ളിയിൽ ഇരുന്നത് തന്നെ, അല്ലേ? ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ വിവാഹം ഇല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയൊക്കെ വിവാഹത്തിൻ്റെ അന്നും നിങ്ങൾ ചില പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആദ്യത്തെ കല്യാണത്തിൻ്റെ അന്ന്, ആദത്തിൻ്റെ ഹവ്വായുടെയും വിവാഹത്തിൻ്റെ അന്ന് സർവശക്തനായ ദൈവം ഒരു പ്രസംഗം പറഞ്ഞു. എന്താ പറഞ്ഞ ദൈവം? ഉൽപ്പത്തി പുസ്തകം ഒന്ന് തുറന്നേ. ഉൽപ്പത്തി പുസ്തകം
2-ാം അധ്യായം 24-ാം തിരുവചനം ഒന്ന് വായിച്ചാലോ. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും അവർ ഒറ്റ ശരീരമായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം പഠിപ്പിക്കുകയാണ്, ആകയാൽ ഇനി മുതൽ ഇവർ രണ്ടല്ല ഒന്നാണ്. ഇനി മുതൽ ഈ മുമ്പിലിരിക്കുന്ന പെണ്ണും ചെറുക്കനും രണ്ടല്ല ഒന്നാണ്. നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുമോ ചേട്ടാ? എങ്ങനെ പറ്റും? കാരണം ഒന്നും കൂടെ കൂട്ടിയാൽ 2, അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. എന്നാൽ ദൈവം പറയുന്നു ഇനി മുതൽ രണ്ടല്ല ഒന്നാണ്. പൊട്ടത്തെറ്റ് അല്ലേ? 2 2 എത്രയാ? 4 4 എത്രയാ? 8 8 എത്രയാ? 16 16 എത്രയാ? 32 32 എത്രയാ? 64 64 എത്രയാ? 128 128 എത്രയാ? 32 കഴിഞ്ഞപ്പോൾ തോറ്റിട്ടിരിക്കും അവിടെ. 32 33 34 അല്ലേ? ഇതാണ് കണക്ക്. പണ്ട് പഠിച്ചില്ലേ? 5 പടി പഠിച്ചില്ലേ? 2 2 4 4 4 8 അല്ലേ? നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെട്ടാണത് പഠിച്ചത്. അപ്പോൾ അത് പഠിച്ചപ്പോൾ നമ്മുടെ തലയിൽ കണക്ക് പഠിച്ചു. നമ്മൾ പഠിച്ചിരിക്കുന്ന കണക്ക് എന്തുവാ? 2 2 4. 2 2 കൂട്ടിയാൽ 3 ആയാൽ കണക്ക് ശരിയാണോ? ആണോ ചേട്ടാ? അല്ല. 2 2 കൂട്ടിയാൽ 5 ആയാൽ കണക്ക് ശരിയാവുമോ? ഇല്ല. ദൈവം പറയാണ് ഇനി മുതൽ ഈ ഒന്നും കൂടെ കൂട്ടിയാൽ 1. കണക്ക് ശരിയാണോ? അല്ലെന്ന്. ആ കണക്ക് ശരിയാകാത്തതാണ് പല വീട്ടിലെയും പ്രശ്നം. ഇപ്പോഴും ഒന്നും കൂടെ കൂട്ടിയിട്ട് 10 20 ആയിട്ടിരിക്കുക. ഇങ്ങോട്ട് നോക്കിക്കേ, ഒന്നും കൂടെ കൂട്ടിയാൽ സർവശക്തനായ ദൈവം പറയുന്നു ഇനി മുതൽ നിങ്ങൾ രണ്ടല്ല ഒന്നാണ്, നിങ്ങൾ ഒറ്റ ശരീരമായി തീരും. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ മിസ്റ്ററി എന്ന് പറയുന്നത്. ഇത് വലിയ ഒരു രഹസ്യമാണ്. ഈ രഹസ്യത്തെ നമ്മൾ അനുദിന ജീവിതത്തിൽ മിറക്കിൾസായി അനുഭവിക്കുന്നു, അത്ഭുതങ്ങളായിട്ട് മനസ്സിലാക്കുന്നു. നമ്മളൊക്കെ ശുശ്രൂഷയിൽ കാണുന്നില്ലേ? വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച ഒരു കേസ് ഇവിടെ വരുന്നു, പ്രാർത്ഥിക്കുന്നു, ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നു. എന്ത് സംഭവിക്കുന്നു? ദൈവം ഇടപെടുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ സുന്ദരമായ ഒരു സാക്ഷ്യം. ശുശ്രൂഷ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ വലിയ സന്ദേശം പരിശുദ്ധ അൾത്താരിൽ നിന്ന് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരി കാൽമുട്ടിന്റെ താഴെ ഭാഗത്ത് കഴിഞ്ഞ 3 വർഷത്തിലധികമായി ഉണങ്ങാത്ത മുറിവ്. എന്നാൽ കർത്താവ് ആ മുറിവ് ഉണക്കുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിൽ, ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഒരു സ്ത്രീ വലതുകാലിന് മുട്ടിന് താഴെയായി ഒരു മുറിവുമായി വലിയ കെട്ടുമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ, ആ സ്ത്രീയുടെ ഉള്ളിൽ ഒരു ചിന്ത, ഇത് ഞാനാണോ കർത്താവേ? കർത്താവ് ഇത് ഞാനാണോ? ആ സ്ത്രീ കണ്ണും പൂട്ടി വിശ്വസിച്ചു, ഇത് ഞാനാണ്. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയോ? ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ദൈവജനം കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്ത്രീ സാവധാനം കുരിഞ്ഞ് ആ കാൽമുട്ടിലെ കെട്ടഴിച്ചു. ഈ സ്ത്രീ ഞെട്ടി. കാരണം 3 വർഷമായിട്ട് ഉണങ്ങാത്ത മുറിവ് നല്ല പരിപൂർണമായി ഉണങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? വൈദ്യശാസ്ത്രത്തിന് പറ്റാത്ത കാര്യം ദൈവത്തിന് മുമ്പിൽ ഉത്തരം ലഭിക്കുകയാണ്. നമ്മുടെ ബുദ്ധിയിൽ മനസ്സിലാക്കാത്ത കാര്യം നമ്മുടെ മുമ്പിൽ സംഭവിക്കുകയാണ്. മിറക്കിൾസ്, ദൈവം ഇടപെടുന്ന അത്ഭുതങ്ങൾ. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം, നിങ്ങൾക്കിന്ന് വായിച്ച് ധ്യാനിക്കാൻ പറ്റിയ അതിസുന്ദരമായ ഒരു വചനഭാഗമാണ്. എഫേസുസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ കർത്താവ് കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നത് 5-ാം അധ്യായം അതിന്റെ 32-ാം തിരുവചനം ഒന്ന് വായിച്ചാലോ. ഭാര്യ ഭർത്ത ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ട് വിശുദ്ധ പൗലോസ് ശ്ലീഹ ഒരു കാര്യം പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഒന്ന് വായിച്ചേ. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഇത് വലിയ ഒരു രഹസ്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് വലിയ ഒരു രഹസ്യമാണ്. കുടുംബ ജീവിതം എന്നുള്ളത് ഇത് വലിയ ഒരു രഹസ്യമാണ്. ഞങ്ങളുടെ ഇടവകയിൽ ഒരു വിവാഹം ആശീർവദിക്കുന്ന അന്ന് ലേഖനം വായിക്കുന്ന, ശുശ്രൂഷ വായിക്കുന്ന വചനഭാഗമാണിത്. ആ ശുശ്രൂഷ വായിച്ചു വന്നപ്പോഴത്തേക്ക്
ഹാ വിട്ടുപോയി. അപ്പോൾ വായിച്ചത് ഇത് വലിയ ഒരു രസമാണെന്നാണ് വായിച്ചത്. രഹസ്യമാണ്, ഇത് രസമല്ല. ചിലർക്കിത് രസമാണ്, എന്നാൽ ഇത് രഹസ്യമാണ്. രഹസ്യം എന്നുള്ള മലയാള വാക്കിന് ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? സീക്രട്ട് എന്നല്ല പറയുന്നത്. എന്നാൽ ആ വാക്കല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മിസ്റ്ററി എന്നാണ്. മിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവ്യമായ രഹസ്യം. പരിശുദ്ധ കുർബാനയെ വിശേഷിപ്പിക്കുന്നത്, പാരമ്പര്യത്തിൽ വിശേഷിപ്പിക്കുന്നത് മിസ്റ്ററി എന്നാണ്. മിസ്റ്ററി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, പക്ഷേ സത്യമായ കാര്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കത്തോലിക്ക സഭയിൽ അങ്ങനെയുള്ള ഏതെങ്കിലും മിസ്റ്ററികൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്തെങ്കിലും മിസ്റ്ററി? ത്രിത്വം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. ഇത് വലിയ ഒരു രഹസ്യമാണ്, എന്നാൽ അത് സത്യമാണ്, അല്ലേ? നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, പക്ഷെ അത് സത്യമാണ്. വിശുദ്ധ കുർബാന, വൈദികൻ അപ്പവും വീഞ്ഞും എടുത്ത് ആശീർവദിക്കുന്നു. ഇത് യേശുവിൻ്റെ രക്തമാണ്, ഇത് യേശുവിൻ്റെ ശരീരമാണെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സാവധാനം സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ ബുദ്ധിയിൽ മനസ്സിലാക്കാൻ പറ്റില്ല, പക്ഷെ സത്യമായ കാര്യം, സത്താപരമായ മാറ്റം, ട്രാൻസബ്സ്റ്റാൻസിയേഷൻ എന്നാണ് അതിന് കൊടുത്തിരിക്കുന്ന ഒരു ഇംഗ്ലീഷ് വേർഡ്. ദൈവശാസ്ത്രജ്ഞന്മാർ പറയാണ് സത്താപരമായ മാറ്റം. ഇതൊരു മിസ്റ്ററിയാണ്, നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്ന പോലെ തന്നെ ഇങ്ങോട്ട് നോക്കിക്കേ, വിവാഹ ജീവിതം ഇതൊരു മിസ്റ്ററിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ഭർത്താക്കന്മാരും ഭാര്യമാരൊക്കെ പറയുന്നുണ്ട്, ശരിയാച്ചാ ഇതൊരു മിസ്റ്ററി തന്നെയാണ്, അല്ലേ? ഇതൊരു വല്ലാത്ത മിസ്റ്ററിയാണ്, ഇതൊരു വല്ലാത്ത മിസ്റ്ററിയാണ്. നാളുകൾക്ക് മുമ്പ് ഒരു വിവാഹം കഴിച്ച 50 വർഷമായി. അപ്പോൾ അവരുടെ മക്കള്, കൊച്ചുമക്കൾക്കൊക്കെ വലിയ ആഗ്രഹം, ഇവരുടെ ഈ വിവാഹ ഇത്രയും വർഷമായല്ലോ, അതൊന്ന് ആഘോഷിക്കണം. 50 വർഷം കഴിഞ്ഞു. അപ്പോൾ അവരിടവക പള്ളിയിൽ ഒരു പരിശുദ്ധ കുർബാനയും അതിനുശേഷം വലിയൊരു സ്വീകരണമൊക്കെ കൊടുക്കുക. അപ്പോൾ ഞങ്ങളവിടെ ആ ചടങ്ങിലുണ്ട്. അപ്പം ഞാൻ പുറത്തോട്ടിറങ്ങിയപ്പോൾ ഈ അപ്പനെയും അമ്മയും 50 വർഷം കഴിഞ്ഞു. അപ്പോൾ ഈ 50 വർഷം കഴിഞ്ഞ ഈ അപ്പനെ അമ്മേനെയും കണ്ടപ്പോൾ ഈ അമ്മച്ചിയുടെ അടുക്കൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, എന്നാ ഉണ്ട്, കാര്യങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഈ അമ്മച്ചി കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛാ പ്രാർത്ഥിക്കണം കേട്ടോ, പ്രാർത്ഥിക്കണം. ഇതുവരെയായിട്ടും എനിക്ക് ധ്യാനം മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല, അല്ലേ? ഇവിടെ ഇരിക്കുന്ന ചിലർ പറയുന്നുണ്ട്, ശരിയാ അച്ഛാ, എൻ്റെ കാര്യം അങ്ങനെ തന്നെ. ഇതുവരെയായിട്ടും ഇതിയാൻ്റെ സ്വഭാവം, ഇതിയാൻ്റെ എന്ന് മാത്രമല്ല ഇവളുടെ സ്വഭാവവും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഏത് സമയത്ത് എങ്ങനെ പെരുമാറുന്ന ഒരു പിടിയില്ല അച്ഛാ. വർഷം കുറയായി, ഇതുവരെയായിട്ടും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അതാണ് രഹസ്യം, ദിവ്യമായ രഹസ്യം. സർവ്വയുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതുപോലെ 50 വർഷത്തെ ചരിത്രം ഞാനൊരു 60 വർഷത്തെ ചരിത്രം, 60 വർഷം ഒരുമിച്ച് ജീവിച്ച ദമ്പതികൾ, അവരുടെ ഭാര്യയും അവരുടെ മക്കളും കൊച്ചുമക്കളും കൂടെ വലിയൊരു ആഘോഷം ഇതുപോലെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയപ്പോൾ, അന്ന് സ്വീകരണ ചടങ്ങ് നടക്കുന്നു. പള്ളിയുടെ ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ്. അപ്പോൾ അവിടെ സ്റ്റേജിൽ ഈ അപ്പാപ്പനെ അമ്മാമ്മേനെയും അണിയിച്ചൊരുക്കി ഇരുത്തിയിട്ടുണ്ട്. കൊച്ചുമക്കളൊക്കെ ഡാൻസ് ചെയ്യുന്നു, പാട്ട് പാടുന്നു, ഭക്ഷണം കഴിക്കുന്നു, വലിയ ആഘോഷം. അപ്പം ഞാൻ സാവധാനം നടന്ന് ഈ അമ്മാമ്മയുടെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, അമ്മാമ്മേ എന്നാ ഉണ്ട് വിശേഷം, സുഖമാണോ? അപ്പോൾ അമ്മാമ്മ ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, എന്നാ പറയാനാ, അന്ന് ആ ബ്രോക്കർ പറ്റിച്ചതാ. എന്നാ പറയാനാ, അന്ന് ആ ബ്രോക്കർ പറ്റിച്ചതാണ്. അത് ഞാൻ കേട്ടില്ല. ഞാൻ നോക്കുമ്പോൾ ചേട്ടൻ അങ്ങോട്ട് തിരിഞ്ഞിരുന്ന് കുട്ടികൾക്ക് മിഠായി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. കേട്ടിരുന്നെങ്കിൽ ചവിട്ടിക്കുട്ടി ഓടലോട്ട് ഇട്ടേനെ. എൻ്റെ പ്രിയപ്പെട്ടവർ, ചേച്ചി പറയാണ്, അമ്മാമ്മ പറയാണ്, അന്ന് ആ ബ്രോക്കർ പറ്റിച്ചതാണ്. ഞാൻ കയ്യെ കയറി പിടിച്ച് പറഞ്ഞു, എൻ്റെ പൊന്നെ അങ്ങനെ പറയല്ലേ, ബ്രോക്കറല്ല പറ്റിച്ചത്. ആരാ? ദൈവമാണ് പറ്റിച്ചത്. ദൈവം പറ്റിച്ച് ചേർത്തതാ. മക്കളായ കൊച്ചുമക്കളായ കുഴിയിലോട്ട് കാലും നീട്ടി ഇരിക്കുക, ഇപ്പോഴും പറയണത് ആ ബ്രോക്കർ പറ്റിച്ചതാണ്. ഇവിടെ ഇരിപ്പുണ്ട് ചിലര്, സത്യമാണച്ചാ ആ ബ്രോക്കർ പറ്റിച്ചതാച്ചാ. അല്ലെന്ന്, ദൈവമാണ് നിങ്ങളെ രണ്ടുപേരെയും ചേർത്ത് വെച്ചത്. നിങ്ങൾ ഏത് ബന്ധമെടുത്ത് പരിശോധിച്ചോ അതിൻ്റെ പിന്നിൽ കൃത്യം വ്യക്തമായി ദൈവത്തിൻ്റെ അതിശക്തമായ ഒരു സാന്നിധ്യമുണ്ട്. സർവ്വയുയർത്തി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ
രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങൾ മനസ്സിൽ കാണണം. ബാക്കിയുള്ളവർ, ജീവിത പങ്കാളി മരിച്ചു പോയെങ്കിൽ സ്വർഗത്തിലായിരുന്നു കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നുവെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അത് പ്രാർത്ഥിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ കർത്താവ് ആ രോഗസൗഖ്യം നൽകും. നിങ്ങളുടെ ജീവിത പങ്കാളി ഒരുപക്ഷെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല. അത്രമേൽ വെറുപ്പും അസ്വസ്ഥതയും ചിലപ്പോൾ മനസ്സിലുണ്ടാവാം പല പല സംഭവങ്ങളുടെ വെളിച്ചത്തിൽ. എന്നാൽ ഇന്ന് ഈശോ നിന്നെ പഠിപ്പിക്കുന്നു, യേശുവിനെ പോലെ സ്നേഹിക്കാൻ പഠിക്കണം. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ജീവിത പങ്കാളിയെ സ്നേഹിക്കണമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. തൻ്റെ ജീവൻ കൊടുത്തുകൊണ്ടാണ് ഈശോ സ്നേഹിച്ചത് എന്നതുപോലെ തന്നെ ആ ജീവിത പങ്കാളിയെ ജീവൻ കൊടുത്തും സ്നേഹിച്ച് വിശുദ്ധീകരിക്കാനുള്ള തീരുമാനം നീ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നിന്റെ സ്നേഹപൂർവമായ പെരുമാറ്റമുണ്ടെങ്കിൽ നിന്റെ ജീവിത പങ്കാളി ഇത്രമേൽ അധപ്പതിക്കുമായിരുന്നു. ഒരുപക്ഷെ ഭർത്താവിൻ്റെ മദ്യപാനത്തിൽ ഭാര്യയ്ക്ക് ദുഃഖമുണ്ടാകും. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ, നിന്റെ ജീവിത പങ്കാളി നീ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്? മറ്റുള്ളവരുടെ മുമ്പിൽ നിന്റെ ജീവിത പങ്കാളിയെ തരം താഴ്ത്തിയിട്ടുണ്ടോ, കളിയാക്കിയിട്ടുണ്ടോ, വിഷമിപ്പിച്ചിട്ടുണ്ടോ? ഈ സമയം പ്രാർത്ഥിക്ക്. ഭർത്താക്കന്മാരെ, നിന്റെ ഭാര്യയെ നീ വേണ്ട വിധം സ്നേഹിച്ചിട്ടുണ്ടോ? നീ ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ടോ? നിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് പെരുമാറിയപ്പോൾ നീ അസ്വസ്ഥനായി അവളെ ഉപേക്ഷിക്കത്തക്കവണ്ണം നിന്റെ പെരുമാറ്റത്തിൽ വന്നിട്ടുണ്ടോ? മക്കളുടെ മുമ്പിൽ വെച്ച് നിന്റെ ഭാര്യയെ നീ അവഹേളിച്ചിട്ടുണ്ടോ? ഈ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ പലപ്പോഴും നമ്മുടെ സ്വാർത്ഥത കൊണ്ടാണ് ഒത്തിരി തെറ്റുകൾ സംഭവിച്ചത്. ഞാൻ എന്ന് മാത്രം ചിന്തിച്ചു, കൂടെയുള്ള ജീവിത പങ്കാളി ശ്രദ്ധിക്കാതെ പോയി. ഓ കർത്താവേ, ഈ നിമിഷം ഈ പരിശുദ്ധ അൾത്താരയുടെ മുമ്പിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങൾ പുതുക്കി പണിയുന്നു.